എൻ്റെ ദൈവമേ, എന്താണ് ജാസ്മിനെ? ജാസ്മിനെ ഒന്ന് ഇഷ്ടപ്പെട്ട് വന്നതായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട് വന്നതാ. ജാസ്മിൻ എന്താണ് കിടന്ന് പറയുന്നത്? ജാസ്മിൻ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കണ്ടതിൽ ജാസ്മിൻ പറഞ്ഞൊരു കാര്യം വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. ജാസ്മിൻ്റെ ഒരു തനി സ്വഭാവം ജാസ്മിൻ അവിടെ കാണിച്ചു അല്ലേ? എന്താണെന്ന് വെച്ചാൽ അർജുനും ജാസ്മിനുമായിട്ടുള്ളൊരു സംസാരമാണ് അവിടെ വന്നത്. വേറൊന്നുമല്ല, ജാസ്മിൻ പറയുന്നു, ഞാനിനിയിപ്പോൾ ഏതായാലും എനിക്ക് ഇപ്പം ടെൻഷനൊന്നുമില്ല എലിമിനേഷന്, കാരണം ആൾ പോകില്ല എന്നൊരു മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ആൾക്കൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് എന്നുള്ളത് പുറത്ത് ഒരു അഭിപ്രായം ഉണ്ടെന്ന് ജാസ്മിന് തോന്നിക്കാണാം. അതിലുപരി ജിൻഡോ എങ്ങാനും ഇങ്ങനെ പറഞ്ഞു, ജിൻഡോ എങ്ങാനും കപ്പടിച്ച് എൻ്റെ പൊന്നു ചിന്തിക്കാനും കൂടി വയ്യ. ബിഗ് ബോസിൻ്റെ വില പോകും. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടി ബിഗ് ബോസിന് എന്ത് വാല്യൂ ഉള്ള, എന്ത് വിലയുള്ള എന്ന് ജാസ്മിൻ പറഞ്ഞു. ജിൻഡോ ആരാ? കാട്ടിൽ നിന്ന് വന്ന ഭൂതം വല്ലതാണോ? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ജിൻഡോനെ പറ്റി പറയാൻ താങ്കൾക്ക് എന്താണ്, ജാസ്മിൻ എന്താണ് അഭിപ്രായം? ശരി, ചെറിയ രീതിയിലുള്ള ഗെയിംസിലൂടെയുള്ള ആക്ടിലൂടെയും ചെറിയ രീതിയിലുള്ള സംസാരങ്ങളിലൂടെയും ജിൻഡോ ചിലപ്പോൾ പറയുന്നതും ജാസ്മിൻ പറയുന്നതൊക്കെ രണ്ട് ഭാഗത്തും തെറ്റുകളും രണ്ട് ഭാഗത്തും ന്യായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജാസ്മിൻ്റെ ഫാമിലിയെ പറഞ്ഞത് ഒരിക്കലും നമുക്ക് വളരെ മോശം തന്നെയാണ് അല്ലേ? ജാസ്മിൻ്റെ ഫാമിലിയെ പറ്റി എന്ത് പറഞ്ഞിരുന്നാലും പറഞ്ഞത് കേട്ടു, അത് മോശം തന്നെയാണ്. സിജോ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യില്ല. അതിൻ്റെ ആവശ്യം ജിൻഡോയ്ക്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി ജാസ്മിനെ. ജിൻഡോ കപ്പടിച്ചെങ്കിൽ ജാസ്മിന് കപ്പടിക്കുവാണെങ്കിൽ ജാസ്മിന് സഹിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ജാസ്മിൻ എന്താണ് ജാസ്മിൻ താരം? ജാസ്മിൻ ആരാന്ന ജാസ്മിൻ്റെ വിചാരം? അപ്പോൾ ജാസ്മിൻ നല്ല പേഴ്സണാലിറ്റി ആണെന്നാണ് വിചാരം. നിങ്ങളുടെ നിങ്ങളുടെ ഒരു സൗന്ദര്യവും തൊലിവെളുപ്പും ആ യങ് കുട്ടിത്വം മാത്രം കണ്ടിട്ടല്ല ബിഗ് ബോസിലെ വിന്നറെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ചെറുപ്പമുണ്ട്, കുറച്ച് സൗന്ദര്യമുണ്ട്, കുറച്ച് നിറമുണ്ട് അല്ലേ? അതൊക്കെ ആ ഒരു കൺസെപ്റ്റ് വെച്ച് മാത്രമാണോ ബിഗ് ബോസ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ മെൻറ്റാലിറ്റി പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ മെൻറ്റാലിറ്റിയിലും ഒരുപാട് തെറ്റുകളുണ്ട്. ജിൻഡോയുടെ മെൻറ്റാലിറ്റി, ജിൻഡോ എന്ത് പറയാനുണ്ടെങ്കിലും ഒളിച്ച് വെക്കാറില്ല. ജാസ്മിനും അങ്ങനെ തന്നെ. ജിൻഡോ പൊട്ടത്തരം പറഞ്ഞാലും പെട്ടെന്ന് എന്ത് പറഞ്ഞാലും കറക്റ്റായിട്ട് ജിൻഡോ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്യും, അതിന് കിട്ടാനുള്ളത് മേടിച്ച് കിട്ടുകയും ചെയ്യും. ഉള്ളു ശുദ്ധനായ ഒരു പാവാണ് ആൾ. ഉള്ളു ശുദ്ധനായ ഒരു പാവം. ആളുടെ പേഴ്സണൽ ലൈഫൊന്നും നമുക്കറിയില്ല. ഭാര്യ എന്തുകൊണ്ടാണ് ഒരു ഡിവോഴ്സ് ആയത്, ചിലപ്പോൾ രണ്ടുപേരും തെറ്റുണ്ടാവും. ജിൻഡോയുടെ ഭാഗത്തായിരിക്കും തെറ്റ്, അല്ലെങ്കിൽ ഭാര്യയുടെ, നമുക്കതറിയില്ല. ഫാമിലിയിലുള്ള കുടുംബ വഴക്കിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് നോക്കുമ്പോൾ ജിൻഡോ ഒരു ശുദ്ധനായ മനുഷ്യനാണ്. ആ ശുദ്ധത്വം ഉള്ളത് കൊണ്ടും എല്ലാം കൊണ്ടും ജിൻഡോ ചില കാര്യങ്ങൾ എടുത്തടിച്ച് പറയുന്നതിലൂടെയുള്ള തെറ്റാണ് വരുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ജിൻഡോ തെറ്റ് ചെയ്താൽ, ഇപ്പോൾ ജാസ്മിൻ്റെ ഫാമിലിയെ അടക്കം പറഞ്ഞാലും വേറെ എന്ത് കാര്യങ്ങൾക്ക് പറഞ്ഞാലും ഞാനത് ജിൻഡോയുടെ തെറ്റ് തന്നെ വിളിച്ചു പറയും. ജിൻഡോയുടെ തെറ്റുണ്ട്, ജിൻഡോയുടെ തെറ്റ് തന്നെ പറയുള്ളൂ. മോറോവർ ജിൻഡോയെ എല്ലാം കൊണ്ടും ഇതിനുപരി ജിൻഡോയെ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ജിൻഡോയെ ഒരുപാട് ഇഷ്ടമാണ്. കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ, ഒരു ഗെയിമർ എന്നുള്ള രീതിയിലൊക്കെ ജിൻഡോയെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോ ടോപ്പായിട്ട് നിൽക്കുന്നത് തന്നെ അല്ലേ? അപ്പോൾ ജാസ്മിനും അർജുനൊക്കെ ജിൻഡോയ്ക്ക് പുറത്തുള്ള സപ്പോർട്ട് കണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ജാസ്മിൻ്റെ കണ്ണിൽ ജിൻഡോ അല്ലാത്ത എല്ലാവർക്കും ഫസ്റ്റ് കിട്ടാൻ കപ്പടിക്കാൻ യോഗ്യതയുണ്ടല്ലേ? അല്ലേ? അപ്പോൾ ജാസ്മിന് യോഗ്യതയുണ്ട്, അർജുന് യോഗ്യതയുണ്ട്. ഇവരെല്ലാവരും പുഴുങ്ങി വെച്ചേക്കുവാണല്ലോ. അതായത് എൻ്റെ ഭാഷ വേറെയായി പോവും. എല്ലാവരും ഭയങ്കര എ ക്ലാസ് ആൾക്കാരാണ് അല്ലേ? ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അല്ലേ? നിങ്ങളൊക്കെ നല്ല മെൻറ്റാലിറ്റിയും അല്ലേ? നിങ്ങൾക്ക് ഒരു സൈഡിൽ നിങ്ങൾക്ക് നല്ല മെൻറ്റാലിറ്റി ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് നിങ്ങളുടെ മെൻറ്റാലിറ്റി അത്ര നന്നായിട്ട് നമുക്ക് തോന്നാറില്ല ബിഗ് ബോസിൽ. നിനക്കെന്ത്, അതിൽ ജാസ്മിൻ എന്ത് യോഗ്യതയുണ്ട് ബിഗ് ബോസ് വിന്നറാവാനായിട്ട്? എന്ത് നന്മ ജാസ്മിൻ, എന്ത് മെൻറ്റാലിറ്റി, എന്ത് പേഴ്സണാലിറ്റി ഉണ്ടായിട്ടാണ് ജാസ്മിൻ വിന്നറാവുമെന്ന് ജാസ്മിൻ തെറ്റിദ്ധരിക്കുന്നത്? അപ്പോൾ ജാസ്മിൻ വിന്നറായ ഞങ്ങൾക്ക് തോന്നാം, ഈ ലോകത്തുള്ള ഒരുപാട് പേർക്ക് തോന്നാം, കുറേ പേർക്കെങ്കിലും തോന്നാം, എന്ത് ബിഗ് ബോസിൻ്റെ വാല്യൂ ഇല്ലാണ്ടായിപ്പോയെന്ന്. ഞാനൊരു കാര്യം ഇവിടെ നിന്ന് പറയുകയാണ്. ജാസ്മിൻ ഫൈനൽ 5 വന്നോട്ടെ. എനിക്കിഷ്ടപ്പെട്ട്, ജാസ്മിനോട് എനിക്കിഷ്ടമുണ്ട്. ജാസ്മിനെ ലേഡീസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടവും തോന്നിയിരുന്നു ഒരു സമയത്ത്. പക്ഷേ
ഇനി ജാസ്മിൻ്റെ മെൻറ്റാലിറ്റി മനസ്സിലായി എന്ന് വെച്ച് ജാസ്മിന് ഇഷ്ടമല്ലെന്നല്ല, ജാസ്മിന് ഇഷ്ടപ്പെടും, ജാസ്മിന് ഇഷ്ടമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ജാസ്മിൻ പറഞ്ഞത് 100% തെറ്റ് തന്നെയാണ്, ഈ ഒരു മെൻറ്റാലിറ്റി. അപ്പോൾ ജാസ്മിൻ എങ്ങാനും കപ്പടിക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരും പിന്നെ ബിഗ് ബോസ് ഷോ പോലും കാണില്ല. ബിഗ് ബോസിൻ്റെ വാല് കുത്തനെ ഇടിയുകയാണ് ചെയ്യുന്നത്, മൊത്തത്തിൽ ഇടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫൈനൽ വന്നോട്ടെ, അതിന് ഗുണമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അൻസിബ കയറി വരുന്നുണ്ട്. അൻസിബ ഒരിടയ്ക്ക് അൻസിബേനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ജിൻഡോയെ വയസ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അൻസിബേനെ ഞാൻ അതിൽ മെൻഷൻ ചെയ്തത്. അത് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. ബാക്കി ജാസ്മിനുമായിട്ടുള്ള വഴക്കിൽ ചില കാര്യങ്ങളിൽ അൻസിബ കുറച്ച് അത്ര ഞാൻ പറയാറില്ല. കാരണം ജാസ്മിൻ്റെയോ നോറയുടെയോ ഒക്കെ അല്ലെങ്കിൽ റിസ്മിൻ്റെയൊക്കെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അൻസിബയുടെ കാര്യത്തിലുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും ന്യായം അൻസിബയുടെ ഭാഗത്തുണ്ടെങ്കിൽ അൻസിബയുടെ സൈഡ് തന്നെയാണ്, അൻസിബയുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കാൻ നോക്കാറ്. പക്ഷേ ജിൻഡോയെ പറ്റി പറഞ്ഞത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അൻസിബയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്തത് അല്ലേ. അപ്പോൾ പറയും, നീ ആരാണ് അൻസിബയ്ക്കെതിരെ വീഡിയോ ചെയ്യാൻ, നീ വലിയ സംഭവമാണോ, നീ വലിയ ആരാന്നാ വിചാരിച്ച്. അങ്ങനെയാണ് കുറേ പേരെങ്കിലും വീഡിയോ കാണുന്നവർ ചിന്തിക്കുന്നത്. ഞാനൊരു സാധാരണക്കാരിയാണ്. ഞാനൊരു ബിഗ് ബോസ് എൻ്റെ ഫോൺ നെറ്റ് ചാർജ് ചെയ്ത് ഹോട്ട്സ്റ്റാറും റീചാർജ് ചെയ്ത് ഞാൻ നെറ്റ് യൂസ് ചെയ്ത് കാണുന്നതാണ് ബിഗ് ബോസ്. അപ്പം നമുക്ക് അതിനെപ്പറ്റി കാണുന്ന ആൾക്കാർക്ക്, എനിക്ക് ലൈവും കാണാം, ഈ സമയം കിട്ടാത്തതുകൊണ്ടാണ്, കാണുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി പറയാനൊരു വോയിസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. നീ കറുത്തല്ലേ, നീ കറുത്തിരിക്കണം, നിനക്ക് എന്തുണ്ട്, ജാസ്മിൻ്റെ ഏടയിലേക്ക് നിൽക്കാൻ ഭംഗിയുണ്ടോ, നീ ഒരു തള്ളയല്ലേ, നീ കറുത്തതല്ലേ എന്നൊക്കെ പറയാനും ചിന്തിക്കാനും കുറച്ച് ആൾക്കാരുണ്ടാവും. അതിലൊരു പുഴുവാണ് വന്നിട്ട് കഴിഞ്ഞ ദിവസം കമൻ്റ് ഇട്ടത്. നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, മനസ്സിൽ ചിന്തിക്കുന്നവർ ചിന്തിച്ചോളൂ. എനിക്ക് എന്ത് ബിഗ് ബോസിനെ പറ്റി പറഞ്ഞ് എനിക്ക് എൻ്റെ വീഡിയോ റീച്ച് ആവട്ടെ എന്നേ. ചിലപ്പോൾ അതിന് തന്നെ ആയിരിക്കാം ആരെങ്കിലുമൊക്കെ കണ്ട് സമകാലിക പ്രസക്തിയുള്ള കാര്യം എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത് വൈറലായില്ലെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ എനിക്ക് അരി മേടിക്കുന്നത്, എനിക്കിനി അരി മേടിക്കാൻ ജാസ്മിനോ ബിഗ് ബോസോ ഒന്നും തന്നിട്ടൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാൻ, മറ്റുള്ളവരെ പോലെ എനിക്കും പറയാൻ അവകാശമുണ്ട്. എനിക്ക് സൗന്ദര്യക്കുറവുണ്ട് അല്ലെങ്കിൽ എനിക്ക് പ്രായം കൂടുതലുണ്ട് എന്നുള്ളത് വെച്ചിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ അൻസിബ പഴയ രീതിക്ക് തന്നെ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അൻസിബ 2ാം സ്ഥാനത്ത് കാണാൻ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സിജോയും ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പഴയ രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. ജിൻഡോ, അൻസിബ, സിജോ, അല്ലെ ജിൻഡോ, സിജോ, അൻസിബ, ഈ 3 പേരിലാണ് ഇപ്പം നിൽക്കുന്നത്. ജാസ്മിനെ ഞാൻ ചിന്തിച്ചതായിരുന്നു, പക്ഷെ ജാസ്മിൻ പവർ റൂമിൽ കയറിയപ്പോഴാണ് അൻസിബ അങ്ങനെ ആയത്. എനിക്കറിയില്ല, അത് ഇനിയും മാറാം. കാരണം ചില സമയം, ചില സന്ദർഭം, ചില ഇൻസിഡൻസ്, ഒരു പർട്ടിക്കുലർ ഇൻസിഡൻസിലൂടെയൊക്കെയാണ് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയും ചില കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് അവരോടുള്ള ഇഷ്ടം കൂടാം കുറയാം അല്ലേ. അപ്പോൾ ജാസ്മിനോട് ചില നേരത്ത് ഭയങ്കര ഇഷ്ടം തോന്നാം, എന്നാൽ ചില നേരത്ത് ഒട്ടും ഇഷ്ടം തോന്നാത്ത വെറുപ്പ് തോന്നാം, എന്നാൽ ചിലവരോട് ഇഷ്ടം തോന്നാം, അങ്ങനെ അല്ലേ, മാറ്റി മറിച്ചൊക്കെ തോന്നാം. അപ്പോൾ അഭിപ്രായങ്ങൾ ഇനിയും മാറാം. ജിൻഡപ്പൻ എന്നും മോളിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജിൻഡപ്പന് കപ്പടിക്കാൻ ഒരു യോഗ്യതയില്ല എന്ന് പറയുന്ന ജാസ്മിൻ ഒരു കാലത്തും കപ്പടിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവർ, അതായത് കൂടുതലുള്ളവർക്കൊക്കെ കപ്പടിച്ചാലും ജിൻഡോയ്ക്ക് അടിക്കരുത്, തനിക്കും മറ്റുള്ളവർക്കും കപ്പടിച്ചാലും ജിൻഡോയ്ക്ക് കപ്പടിക്കരുത് എന്നാണ് ജാസ്മിൻ കുട്ടിയുടെ ആഗ്രഹം. ജാസ്മിൻ വളരെ ചീപ്പായ സെൻറ്റൻസാണിത്, വളരെ മോശമായത് കേട്ടോ. അത് മോളുടെ ആ ഒരു സ്വഭാവം മനസ്സിലാവാനായിട്ട് സാധിച്ചു. ജിൻഡോ, നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ജിൻഡോയെ നിങ്ങൾക്ക് തള്ളി പറയാം. നേരെ മറിച്ച് ജിൻഡോ ഒരു 25 വയസ്സുള്ളൊരു പയ്യൻ, 25-നും 30-നും ഇടക്ക് വയസ്സുള്ളൊരു പയ്യനാണ്, സുന്ദരനാണ് അല്ലേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ പറയുമോ? അതായത് നീ കപ്പടിച്ചിട്ടുണ്ട്, അവൻ കപ്പടിച്ചാൽ ഞാൻ പറയുമോ ഇല്ലെന്നുള്ളത് പറയണം കേട്ടോ. സൗന്ദര്യത്തിലാണ് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ മാത്രമാണ് ഞാനിത് പറയുന്നത്. എനിക്കറിയില്ല ഇനി ജിൻഡോയുടെ മെൻറ്റാലിറ്റി അളക്കാനും ജാസ്മിൻ ആരുമല്ല, ജിൻഡോയുടെ സൗന്ദര്യത്തിൽ ജിൻഡോയെ മാറ്റി നിർത്താനും ജാസ്മിൻ ആരുമല്ല. അപ്പോൾ ജാസ്മിൻ എന്തായാലും നന്നായി കളിച്ച ജാസ്മിന് കൊള്ളാം, അത്രേ ഉള്ളൂ. ഇനി ഓക്കെ, വേറൊന്നും പറയാനില്ല. ജാസ്മിൻ പറഞ്ഞതിനെ 100% എതിർക്കുന്നു. ജാസ്മിൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ്, 1-2 സ്റ്റേറ്റ്മെൻറ്റ്സിന് 100% പക്ക എതിർക്കുന്നു എന്നൊരു അഭിപ്രായമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ, അത് പറയാനാണ്.